Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്സ് ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, കുറച്ച് പേഴ്സണൽ റീസൺസ് ആയിരുന്നു. പക്ഷെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്കെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് തന്നെ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും കോഴ്സ് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ എന്താ പറയുക, അവസാനം എനിക്ക് കോളുകളൊക്കെ വന്നു തുടങ്ങി. സാറേ ഞാൻ സ്റ്റക്കാണ്, അപ്പോൾ നമ്മൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇച്ചിരി വിഷമമായി കണ്ടിന്യൂ ചെയ്യാത്തത്. ഒരു തെറ്റാണ്. കാരണം കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂ തന്നെ ആയിരുന്നു. കാരണം നമുക്ക് വർക്കിൻ്റെ ഇടയിൽ പ്രോപ്പറായിട്ട് ടൈമും എല്ലാം കൂടി ഒരു മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഇനി വരുന്ന വീക്കുകളിൽ ഒരു മിനിമം ഒരു 3 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്ന രീതിയിലൊരു മാറാണ് വിചാരിക്കുന്നത്. ഡെയിലി ചിലപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനൊരു വീക്കിലി 3 വീഡിയോ എന്നൊരു പ്ലാനിലെങ്കിലും പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ ഏകദേശം എല്ലാം കഴിഞ്ഞ് സെറ്റ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫോർ ലൂപ്പ്, അതേമാതിരി ഈഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും, പിന്നെ നമുക്ക് ഫംഗ്ഷൻസും ക്ലാസ്സും, അത് വെച്ചാൽ നമുക്ക് പൈത്തൻ്റെ ഒരു ബേസിക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തതിലോട്ട് പോകാം. പിന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വീണ്ടും യൂസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. നമ്മളെല്ലാം പഠിച്ചിട്ട് പ്രൊജക്റ്റിലോട്ട് പോകുക എന്നുള്ളത് ഒരു റോങ് ഡിസിഷനാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഒരു നോളജ് ഉണ്ടാവും വേണം, അല്ലാതെ അവിടെ പോയി ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അത്യാവശ്യം വേണ്ട ഒരു നോളജ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സെറ്റ് തുടങ്ങുകയാണ്. സെറ്റ്സ് ഇൻ പൈത്തൺ. അപ്പോൾ സെറ്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി എനിക്ക് അത് ഡിറൈവ് ഡാറ്റ ടൈപ്പ് ആയാലും ലിസ്റ്റ്, ഡിക്ഷണറി, ടപ്പിൾ സെയിം തന്നെ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ആണ്. അതിലോട്ട് മൾട്ടിപ്പിൾ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത് വെക്കും. ഒരു എക്സാമ്പിൾ അടി കൊടുത്തിട്ടുണ്ട്, ഡാറ്റ ഈക്വൽ ടു, അതിൻ്റെ ക്ലോസിങ് നോക്കണ്ട, ജോൺ, മില്ലർ, റെഹാൻ. നമുക്ക് ഇനി 1, 2, 3, 1.5 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിറൈവ് ഡാറ്റ ടൈപ്പിൻ്റെ ഉള്ളിൽ ഏത് നമ്മളെ പൈത്തൺ തരുന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സ്ട്രിങ്, ഇൻറ്റിജർ, ക്യാർ, ഫ്ലോട്ട് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ എന്താണ്, നമ്മൾ ലിസ്റ്റിനൊക്കെ കേളി, സ്ക്വയർ ബ്രാക്കറ്റ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പാരന്തസിസ്. അപ്പോൾ അതുപോലെ സെറ്റിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റ് ആണ്. കേളി ബ്രാക്കറ്റിൽ നമ്മൾ ആ വാല്യൂസ് എന്താണ് അത് കൊടുക്കുക. അപ്പോൾ ഡാറ്റ ഈക്വൽ ടു ജോൺ, മില്ലർ, റെഹാൻ, കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇവിടെ മുകളിൽ ക്രിയേറ്റഡ് യൂസിങ് കേളി ബ്രാക്കറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് സെറ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ മൈ സെറ്റ് എന്നൊരു പേര് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ നെയിം, നമ്പർ കൊടുത്ത്, ഏജ് ആയിട്ടൊരു 27 കൊടുത്ത്, പിന്നെ ചുമ്മാ ഒരു വാല്യൂ മീനിങ് ഒന്നുമില്ല, ചുമ്മാ കൊടുക്കുകയാണ്, പ്രിന്റ് ചെയ്യാണ്. ഇനി അതിനെ പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. മൈ സെറ്റ്സ് എന്നിട്ട് ഇതെന്താണ്, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പാരന്തസിസിൻ്റെ ഉള്ളിൽ കോൾ ചെയ്യാണ് ഫംഗ്ഷന്. എന്തായി ഈ വാല്യൂ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്പ് എങ്ങനെ ചെക്ക് ചെയ്യല്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. വീണ്ടും പ്രിന്റ് കൊടുത്തിട്ട് അതിനുള്ളിൽ ടൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ വരിക. അപ്പം എന്തായി ക്ലാസ് സെറ്റ്. അപ്പം ആക്ച്വലി ഈ കൺഫ്യൂഷൻ ആവരുത്, ഇത് രണ്ടും ഒന്നാണ്. നമ്മളെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ്സിൻ്റെ ടൈപ്പ് ഏതാണ് നോക്കി അതിനെ പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് അത് പ്രിന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാതൊക്കെ നിൽക്കാം. ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇവിടെ ആവശ്യമില്ല ഏതായാലും. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനിലൂടെ ക്രിയേറ്റ് ചെയ്യണം അറിഞ്ഞ്. ഇപ്പം ഞാൻ ഈ ഒരു കേളി ബ്രാക്കറ്റ് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡാറ്റ എന്നൊരു പേര് കൊടുത്തിട്ട് സെറ്റ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞതിന്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് STR ഉണ്ടല്ലോ, ഈ മെത്തേഡ് ഓർമ്മയില്ലേ, STR എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സെറ്റ് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുക്കാൻ പോവാണ്. ഒരു എറർ വന്നു, സെറ്റ് എക്സ്പെക്ട് അറ്റ് മോസ്റ്റ് 1 ആർഗ്യുമെന്റ് ഗോട്ട് 3. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ
ഇങ്ങനെ കൊടുത്തു നോക്കുക എന്താ ഉണ്ടാവുക. എന്നിട്ട് പ്രിന്റ് ചെയ്തു ഡാറ്റ. കണ്ടങ്ങൾ ബഗ് വരും. ബഗ്ഗാണ് നമുക്ക് മെയിൻ. കൂടുതൽ ബഗ് കിട്ടിയാൽ കൂടുതൽ പഠിക്കും. ഇതിൻ്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സെയിം സാധനം എടുത്തിട്ട് അടികൂടും കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ഇടുന്നു, എഴുതുന്നു, സെറ്റ്. രണ്ടും സെയിം അല്ലേ? രണ്ട് രൂപത്തിലല്ലേ ഇത്? ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പാരന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുക. എന്താണ് സെറ്റ് എന്ന ഫംഗ്ഷൻ? നമ്മൾ മെത്തേഡ് വെച്ചാൽ പൈത്തണ്ട് പ്രിന്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ടൈപ്പിന് ഉപയോഗിക്കുന്ന മാതിരി നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ്. ലിസ്റ്റ് ഉണ്ട്, STR ഉണ്ട്, ഡിക്ഷണറിക്ക് ഡിക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാല്യൂസ് പാരന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുക. പരിപാടി ക്ലിയർ ആണ്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിക്ഷണറി ലിസ്റ്റ് സെറ്റ്സ് ഒക്കെ സെറ്റ് ഇല്ല ബാക്കി എല്ലാം പഠിച്ച സമയത്ത് നമ്മൾ എപ്പോഴും കീ ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. അൺഓർഡേർഡ്, അൺചേഞ്ചബിൾ, അൺഇൻഡെക്സ്ഡ്. ഇങ്ങനെ നോക്കണ്ട, മനസ്സിലാക്കി ചെയ്യാം. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എപ്പോഴും ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ഇൻഡെക്സ്, രണ്ടാമത്തെ ഇൻഡെക്സ്, മൂന്നാമത്തെ ഇൻഡെക്സ് പറഞ്ഞാൽ അൺഓർഡർ ഓപ്പോസിറ്റ് ഓർഡർ ഇല്ല, നോ ഫിക്സ്ഡ് ഓർഡർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മൈ സെറ്റിന്റെ ഉള്ളിൽ ആപ്പിൾ, ബനാന, ചെറി, ഡേറ്റ് നമ്മൾ പൊതുവെ ലിസ്റ്റിലൊക്കെ എങ്ങനെ 0th ഇൻഡെക്സ് 1, 2, 3 സ്ട്രിങ്ങിലൊക്കെ അങ്ങനെ പറഞ്ഞില്ലേ? പക്ഷെ സെറ്റിൽ അതില്ല. സെറ്റില് ഓരോ സമയം പ്രിന്റ് ചെയ്യുമ്പോൾ വാല്യൂ മാറും. ഞാൻ കാണിച്ചാൽ ഇപ്പം പ്രിന്റ് ചെയ്യണം ഇവിടെ മൈ സെറ്റ്. പക്ഷെ ഇവിടെ നമുക്ക് ആപ്പിൾ, ബനാന, ചെറി, ഡേറ്റ് അതുപോലെ വരണ്ടേ? പക്ഷെ ഇവിടെ എങ്ങനെ വന്ന് ചെറി, ബനാന, ആപ്പിൾ, ഡേറ്റ് ഡിഫറെന്റ് ആയിട്ടാണ് വന്നത്. ഞാൻ അതൊന്ന് പ്രിന്റ് ചെയ്യണം. നമ്മൾ ഇവിടെ എങ്ങനെ നെയിം 27 ക്ലാസ്, നെയിം 1, 2. ഓക്കെ, പ്രിന്റ് ചെയ്യാൻ പോകണം. ക്ലാസ് 27 കണ്ട 1, 2 മൊത്തം മിസ്മാച്ച് ആണ്. ഞാൻ 27 നെയിം ക്ലാസ് വീണ്ടും പ്രിന്റ് ചെയ്ത് നോക്കാം. നെയിം 27 ക്ലാസ്, 27 നെയിം ക്ലാസ്. അങ്ങനെ അതിങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ട് നിൽക്കൂല, അതിങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. നമുക്ക് ഒരിക്കലും 0th ഇൻഡെക്സ് നെയിം ആണെന്ന് വിചാരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സെറ്റ് എന്ത് ചെയ്യുന്നു? ഇൻഡെക്സിങ് ഒഴിവാക്കി. ഇൻഡെക്സിങ് ഇല്ല സെറ്റിൽ. അതാണ് അൺഓർഡർഡ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർഡ് അല്ല. എത്ര വട്ടം പ്രിന്റ് ചെയ്താൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ വരാൻ ചാൻസ് ഉണ്ട്. ഓർഡർ മേ ചേഞ്ച്. ഇനി നമുക്ക് നോക്കട്ടെ അൺഇൻഡെക്സ്ഡ്. ഓർഡർ ചേഞ്ച് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇൻഡെക്സിങ്ങിന് കാര്യമില്ല. അപ്പൊ നോ ഇൻഡെക്സിങ് ആണ് സെറ്റില്. നമുക്ക് ലിസ്റ്റിലും ടേബിളൊക്കെ ഇൻഡെക്സ് ചെയ്യായിരുന്നു. ഇതിൽ ഇൻഡെക്സിങ് ഇല്ല. ഇൻഡെക്സിങ് എന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മളെ ലിസ്റ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 0, 1, 2, 3 നമുക്ക് കൊടുക്കൂല ആ സംഭവം. അപ്പോൾ മൈസെറ്റിൽ ആപ്പിൾ, ബനാന, ചെറി, മൈസെറ്റിന്റെ 0 മാംഗോ. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസൈൻ ചെയ്യണം. അസൈൻ ചെയ്യേണ്ട നമുക്ക് എന്ത് ചെയ്യാം? മൈസെറ്റിന്റെ 0 ഫെച്ച് ചെയ്യാൻ നോക്കാം. ഇവിടെ കറക്റ്റ് അല്ല, ഞാൻ കറക്റ്റ് ചെയ്തുതരാം. ഇപ്പോ മൈസെറ്റിന്റെ പ്രിന്റിന്റെ ഉള്ളിൽ എഴുതുകയാണ്, കൺഫ്യൂഷൻ ആവരുത്. മൈസെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ 0th ഇൻഡെക്സ്. അപ്പൊ മൈസെറ്റിന്റെ 0th ഇൻഡെക്സ് നെയിം എന്താ പറഞ്ഞത്? സ്ട്രിംഗ് ഒബ്ജക്ട് നോട്ട് സബ്സ്ക്രിപ്റ്റബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാനോ സബ്സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാനോ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇൻഡെക്സിങ് ഇല്ല, സബ്സ്ക്രിപ്റ്റബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. സിമ്പിൾ ആണ്, അതിന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡെക്സിങ് ഇല്ല. ഇത് ചെറിയൊരു വീഡിയോ ആണ് ആക്ച്വലി. പക്ഷെ സെറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നി. ഇവിടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് പോകണം വിചാരിച്ചു. അപ്പോൾ അൺചേഞ്ചബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂട്ടബിൾ ആണ്. ഒരിടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ വിചാരിക്കും ചുമ്മാ അതിൻ്റെ ഉള്ളിൽ പോയി കണ്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ ഉള്ളിൽ പോയി എഡിറ്റ് ചെയ്ത് കൊടുക്കണോ? ഓക്കെ, നമ്മൾ അതിനെ പിന്നെ അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ചുമ്മാ പോയി ഇപ്പൊ ഈ മൈസെറ്റിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കോമട്ട് കണ്ട് ഇവിടെ ഓക്കെ ആണ് എഴുതിയാൽ വാല്യൂ വരും. ഇവിടെ ഒരു എറർ വരും. 0th ഇൻഡെക്സ് ഒഴിവായി കൊടുക്കാം. അപ്പൊ ഡാറ്റ വരും. കാരണം എന്താ? നമ്മൾ ചേഞ്ച് ചെയ്യല്ലേ, നമ്മൾ ചുമ്മാ പോയി അത് ഒരു ലോജിക്ക് ചിന്തിക്കും. ചേഞ്ച് ചെയ്യാറുമ്പോ പിന്നെ അത് അടിയിലോട്ട് ഇവിടെയൊക്കെ വന്ന് ചേഞ്ച് ചെയ്യണം. അല്ലാതെ നമ്മൾ ഇതിനുള്ളിൽ പോയി ഡാറ്റ ആഡ് ചെയ്യുന്നത് ചേഞ്ചബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വി കനോട്ട് ചേഞ്ച് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ മൈസെറ്റിൽ ആപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്, ചെറി ഉണ്ട്. നമ്മൾ 0th ഇൻഡെക്സിൽ മാംഗോ ചേഞ്ച് ചെയ്യാണ് പറഞ്ഞത്. അത് വെച്ച് കഴിഞ്ഞാൽ 0th ഇൻഡെക്സ് എന്ന് പറഞ്ഞത് ഈ ആപ്പിൾ നിൽക്കുന്നത്, അതിലോട്ട് മാംഗോ, അങ്ങനെയല്ല നമ്മൾ മറ്റു ലിസ്റ്റിലൊക്കെ മാറ്റുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടെ ഇൻഡെക്സിങ് ഇല്ല. അതുകൊണ്ട് ഇവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ചേഞ്ചിങ് ഇവിടെ ഇല്ല, അപ്ഡേറ്റിംഗ് ഇല്ല. ഇന്ന ഇൻഡെക്സിൽ അപ്ഡേറ്റ് ചെയ്യുക പരിപാടി ഇവിടെ ഇല്ല. നമുക്കുള്ളത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വാല്യൂ ആഡ് ചെയ്യുക,
അത് റിമൂവ് ചെയ്യുക. അത് രണ്ടും ചെയ്യുക. പക്ഷെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഓർഡർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇയാൾക്ക് സെറ്റ് കൊണ്ട് പിന്നെന്താ ഗുണമുണ്ട്? സെറ്റ് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഇപ്പൊ ഒരു സിമ്പിൾ റിയൽ കേസ് പറഞ്ഞുതരാം. നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ഡാറ്റ ഇവിടെ ഉള്ള വേറെ ഒരു ലിസ്റ്റിനായിട്ട് എന്തോ ഒരു കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ഈ ചെയ്ത സാധനം വീണ്ടും അതിലുണ്ടെങ്കിൽ ചെയ്യരുത് എന്ന് പറയാം. പക്ഷെ ലിസ്റ്റിൽ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ ആപ്പിൾ 3-4 വട്ടം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു വട്ടം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടതൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് യൂണീക്ക് ആയിട്ട് എടുക്കണ്ടേ. അപ്പൊ യൂണീക്ക് ആയിട്ട് എടുക്കണേ വരെ നമ്മൾ ഈ ആപ്പിൾസിലൊക്കെ എടുത്തിട്ട് ആ സെറ്റിലോട്ട് കൊണ്ടുവരും. ഒരു empty സെറ്റ് ഉണ്ടാക്കി അതിലോട്ട് കൊണ്ടുവരും. അപ്പൊ എന്തായി, ഈ ആപ്പിൾ അതിലോട്ട് എത്ര വട്ടം ഇടാൻ നോക്കിയാലും അത് യുണീക്നെസിന്റെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഉള്ളിൽ അത് ഒറ്റവട്ടം ആപ്പിൾ ആഡ് ചെയ്ത് കണ്ട ഒരു യൂണീക്നെസ്സിൽ നമുക്ക് ആപ്പിൾ സിംഗിൾ ആയിട്ട് വരുന്ന രൂപത്തിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക്. അപ്പൊ മനസ്സിലാവും, സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മൾ 3 നോക്കി. ഓർഡർഡ് അല്ല, ഓരോ സമയം പ്രിന്റ് ചെയ്യുമ്പോൾ മാറും, ചേഞ്ച് ചെയ്യാൻ പറ്റൂല, സിംഗിൾ ഐറ്റം ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അൺഇൻഡെക്സ് ഇൻഡെക്സിങ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഓർഡർ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ക്ലിയർ ആണ്. ഇതേ മെസ്സേജ് അയച്ചുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ അത്രയും തിരക്കുള്ള സമയങ്ങളിൽ എനിക്ക് മെസ്സേജുകൾക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഡിലേ ആയിട്ടുണ്ടെങ്കിൽ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഇട്ട് തുടങ്ങിയതുകൊണ്ട് എനിക്ക് ടൈം കുറച്ച് കിട്ടുന്നുണ്ട്. ആ സമയം മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് മെത്തേഡ്സ് ഇൻ സെറ്റ്. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞ ആഡ്, റിമൂവ്, ഡിസ്കാർഡ്, പോപ്പ്, ക്ലിയർ, കോപ്പി. ആ വേർഡ് തന്നെ ഉണ്ട്. അത് ആക്ച്വലി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയൊരു ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യാറിന് ഒഴിവാക്കുക, ഡിസ്കാർഡ് ചെയ്യാറിനാലും ഒഴിവാക്കുക, പോപ്പ് ചെയ്യാറിന് കഴിഞ്ഞാൽ ഒഴിവാക്കുക, ക്ലിയർ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പോവുക, കോപ്പി പറഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കുക. ഷാലോ കോപ്പിയും ഡീപ്പ് കോപ്പി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങൾ പഴയ വീഡിയോയിലൊക്കെ പോയി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ആരും വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു ഫ്ലോയിൽ തന്നെ കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ പോവുകയാണെങ്കിൽ അടിപൊളിയാവും. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യാറൊന്നുമില്ല. മൈസെറ്റിന്റെ ഉള്ളിലോട്ട് ഡോട്ട് ആഡ് നമ്മൾ പണ്ട് ചെയ്ത സംഭവം തന്നെ. ഫാസ്റ്റ് ആക്കി പോവുകയാണ്, നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ് ഇത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മൈസെറ്റിന്റെ ഉള്ളിൽ 1, 2, 3, 4. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഒരേ ഓർഡറിൽ വന്നില്ലേ, ഓർഡറിലല്ല, അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. പാടങ്ങ് ചുമ്മാ കാണിക്കാം. 1, 2, 3 മൈസെറ്റ് ഡോട്ട് ആഡ്, അതിലോട്ട് 4 പ്രിന്റ് മൈസെറ്റ്സ്. ഇപ്പൊ മാറണില്ല നോക്കണ്ട. നമുക്ക് ഒരിക്കലും എന്താ പറയാ അത് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അത് മാറണില്ല ഉള്ളത് അതങ്ങനെയാണ് അതിന്റെ റൂൾ. അത് മാറും, നമ്മൾ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യരുത്. എന്താ മാറാത്ത നമ്മൾ ആലോചിക്കേണ്ട സിസ്റ്റത്തിന് ഒരു പൈത്തന്റെ ഒരു ഡീലിംഗ് ആണ്. പക്ഷെ ഞാൻ ചുമ്മാ പോയിട്ട് മാറണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൈസെറ്റ്സിന്റെ 0th ഇൻഡെക്സ് എടുക്കാൻ പോയുള്ള അവസ്ഥ എന്താ നോക്കാം. എററാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സെറ്റ് എഴുതിയാൽ അതിൽ ഈ കേസ് ഉണ്ടാവുമെന്ന് കൺഫേം ആണ്. അപ്പൊ എന്താ ഡാറ്റ മാറാത്തതൊന്നും ഇങ്ങനെ ഓവറായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സിസ്റ്റം റൂളാണ്. ഓക്കെ, നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാന്ന് പറയുമ്പോഴേ 2 കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ ഇതിന്ന് റിമൂവ് 4 കഴിയാണ്. എന്താ ഉണ്ടാകുന്ന നോക്കട്ടെ. ഒരു എറർ വന്നു, കീ എറർ 4. അത് കഴിഞ്ഞാൽ കീ എറർ പറഞ്ഞാൽ വാല്യൂ അതിലില്ല, 4 കണ്ടു ഇതിലില്ല. ഞാൻ ഇതിന് നേരെ മാറ്റിയിട്ട് ഒന്നുകൂടി പറയാൻ നമുക്ക് കാണിക്കും. ഡിസ്കാർഡ് ആക്കി. അത് പറഞ്ഞ് റിമൂവും ഡിസ്കാർഡും പോപ്പും റിമൂവ് ചെയ്യുന്നത് നമ്മളിവിടെ പറഞ്ഞു വിടണ്ടില്ലേ. റിമൂവ് ഒഴിവാക്കുക, ഡിസ്കാർഡ് ഒഴിവാക്കുക, പോപ്പ് ഒഴിവാക്കുക. അപ്പൊ അതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്താണ് ഡിഫറൻസ്? ഞാൻ ഡിസ്കാർഡ് 4 അടിച്ചു, എറർ വന്നില്ല. അപ്പൊ ഇത് എന്താ മനസ്സിലായി? റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ അതിൽ ഉണ്ടാവണം, കമ്പൽസറി ആയിട്ട് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ എറർ അടിക്കും. അപ്പൊ എറർ അടിച്ചു കഴിഞ്ഞാൽ എറർ ഹാൻഡിൽ ചെയ്യണം. ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും, അത് വെച്ച് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് അതിൽ വാല്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാണ്ടെങ്കിൽ ഡിസ്കാർഡ് കൊടുത്താൽ മതി. അത് നൈസായിട്ടാണ്ട് ഹാൻഡിൽ ചെയ്ത് പോകും. നമ്മളൊരു എക്സ്ട്രാ ഹാൻഡ്ലിങ് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ലോഡ് കുറക്കാൻ പറ്റും. അപ്പൊ ഡിസ്കാർഡ് റിമൂവ് സിമ്പിൾ ആയിട്ട് മനസ്സിലായി. റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേ ബി നമുക്ക് ക്ലിയർ വരും. ഡിസ്കാർഡ് പറഞ്ഞാൽ പ്രോബ്ലം ഇല്ല, കൂളായിട്ട് ഡീൽ ചെയ്യും. നമ്മൾ പോപ്പ് ചെയ്യുകയാണെങ്കിൽ പോപ്പ് നമ്മൾ വാല്യൂ എടുക്കരുത്. പോപ്പ് ഏതോ ഒരു പോപ്പാണ്, അതാണ് പറയാൻ പറ്റൂല. അപ്പോൾ 2, 3 ഈ വാല്യൂ മാറാത്ത നോക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, വെറുതെ അതിൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട.
സെറ്റിന്റെ റൂളാണത്. അപ്പൊ നമ്മളിതിന് ഒരു റാൻഡ് ആയിട്ടൊരു വാല്യൂ എന്താ പറയാ പൈത്തൺ അങ്ങോട്ട് റിമൂവ് ചെയ്ത്. ഇപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് വീണ്ടും രണ്ടൊന്നിച്ച് കോപ്പി ചെയ്യും, വീണ്ടും പ്രിന്റ് ചെയ്യാണ്, കോപ്പി ചെയ്തു. ഇപ്പൊ 3 ഇപ്പൊ 2 പോയി. കണ്ടാ, ആദ്യം ഏതാ പോയത്? ഈ 3 പോയത്. അല്ല, ആദ്യം പോയത് ഈ 1 1 പോയി, 2 3 വന്നു. പിന്നെ പോയത് 2. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതില്ല, ഒരു വാല്യൂ ആയിട്ട് ഫെച്ച് ചെയ്തെടുക്കും, റിമൂവ് ചെയ്യും. റിമൂവ് റിട്ടേൺ റാൻഡം എലമെന്റ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് എലമെന്റ്. ഇനി ക്ലിയർ, ഇപ്പൊ അതിലൂടെ പോയിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? ഇത് എറർ വന്ന് എന്തുകൊണ്ടാ അറിയോ? പോപ്പ് ഫ്രം എം ടി സെറ്റ്. ഇപ്പൊ എന്താ സംബന്ധിച്ചാല് ഞാനിവിടെ ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അതിനെ പ്രിന്റ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ വീണ്ടും ആ എം ടി സെറ്റിൽ നിന്ന് പോപ്പ് ചെയ്യാൻ നോക്കി. എം ടി സെറ്റിൽ നിന്ന് പോപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? അത് എറർ അടിക്കും. കാരണം അതിലൊരു വാല്യൂ വേണ്ടേ. ഡിസ്കാർഡേ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൂ. പോപ്പും റിമൂവും അതിൽ വാല്യൂ വേണം, അല്ലെങ്കിൽ എറർ അടിക്കും. സെയിം തന്നെ നമ്മളെ കീ എറർ തന്നെ വന്നു. എം ടിന്ന് സെറ്റിൽ നിന്ന് പോപ്പ് വലിക്കാൻ പറ്റൂല, പോപ്പ് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ക്ലിയർ പഠിച്ച്, പോപ്പ് പഠിച്ച്, ഡിസ്കാർഡ് പഠിച്ച്, റിമൂവ് പഠിച്ച്, ആഡ് പഠിച്ച്. കോപ്പി പറഞ്ഞ സിമ്പിൾ, നമ്മൾ ഷാലോ കോപ്പിയാണ്. അപ്പൊ നമ്മളത് ഓൾറെഡി ഷാലോ കോപ്പിയും ഡീപ്പ് കോപ്പിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മളൊരു വീഡിയോ അതിനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ട് ഒരു എക്സ് എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് എക്സ് കൊടുത്തു. രണ്ടും ഒരേ വാല്യൂ വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൈസെറ്റിലും എക്സിലും ഇപ്പൊ വാല്യൂ ഉണ്ട്. കാരണം മൈസെറ്റിൽ നിന്ന് ഒരു കോപ്പി എടുത്തിട്ട് എക്സിലോട്ട് വെച്ച്. അപ്പൊ ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷാലോ കോപ്പി ഡീപ്പ് കോപ്പിയും കാണണം, അത് കണ്ടിട്ട് മനസ്സിലാക്കണം കോപ്പിയും ഡീപ്പ് കോപ്പിന്റെയും ഡിഫറൻസ്. അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ആഡ് പറഞ്ഞ്, റിമൂവ് പറഞ്ഞ്, ഡിസ്കാർഡ് പറഞ്ഞ്, പോപ്പ് പറഞ്ഞ്, ക്ലിയർ പറഞ്ഞ്, കോപ്പി പറഞ്ഞ്. ഇനി പൈത്തന്റെ ഇൻബിൽഡ് ഫംഗ്ഷൻ നമ്മൾ എല്ലാത്തിനും ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ്. അത് സെറ്റിന്റെ കൂടെ അങ്ങനെ യൂസ് ചെയ്യാം. ക്വൈറ്റ് സിമ്പിൾ, വേഗം തീർക്കാം. ലെൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എത്രയാണ്? ഇപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 ലെൻ കൊടുക്കുക. നമുക്ക് ചുമ്മാ ഇവിടെ ട്രൈ ചെയ്യാം. നമുക്കൊരു പ്രിന്റിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. പ്രിന്റിന്റെ ഉള്ളിൽ ലെൻ കൊടുത്തിട്ട് മൈ സെറ്റ് 3 അല്ല. അപ്പൊ അതിന്റെ മൊത്തം എത്ര നമ്പർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മൊത്തം എത്ര ക്യാരക്ടർ, ഇപ്പൊ നെയിം കൊടുത്തു പ്രശ്നമില്ല. അതിൽ എത്ര കൗണ്ട് ഉണ്ട്, അതിന്റെ മൊത്തം എത്ര വാല്യൂസ് അതിൻ്റെ ഉള്ളിലുണ്ട്, അതാണ് നോക്കണേ. അപ്പൊ ലെങ്ത് പഠിച്ച് ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ചെയ്താണ്, അതുകൊണ്ട് ഞാൻ വല്ലാതെ ഇതാക്കാത്തത്. നമ്മളിവിടെ സമ്മ് ട്രൈ ചെയ്ത് എന്താ ഉണ്ടാകാൻ നോക്കാം. എറർ അടിച്ചു. കാരണം എന്താ? സമ്മിനുള്ളിൽ സ്ട്രിങ് വരാൻ പറ്റൂല. കാരണം സ്ട്രിങ് അങ്ങനെ നേരിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. നമുക്ക് അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. സമ്മ് ചെയ്യുന്ന സമയം ആ വാല്യൂസ് എല്ലാം എന്താ പറയാ നമ്മളൊരു ന്യൂമറിക്കൽ ടൈപ്പ് ആയിരിക്കണം. അപ്പോ ഇൻഡ് ഫ്ലോട്ട് ആണെങ്കിൽ ഇനി നമുക്ക് ഏതാണ് സമ്മ് കഴിഞ്ഞു, മിന്ന് നോക്കാം. ഏറ്റവും ചെറിയ വാല്യൂ ജസ്റ്റ് ചെയ്തു പോകാനുള്ളൂ, 1 വരും. പിന്നെ എപ്പോഴും ചെറുതെ എടുക്കുള്ളതുകൊണ്ട് പ്രശ്നമില്ല. മാക്സ് അതിലേറ്റവും വലുതൊക്കെ എടുക്കാം. ജസ്റ്റ് പറയാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്തതാണ്. ഇതിലേറ്റവും വലുത് എത്ര? 19. ഫൈൻ. ഈ സോർട്ടഡ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ഫംഗ്ഷന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നില്ല. ജസ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ സോർട്ടഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിൽ വാല്യൂസിനെ സോർട്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ജസ്റ്റ് നോക്കിക്കോളൂ. സോർട്ട് അല്ല കേട്ടോ, സോർട്ടഡ് എന്ന് കൊടുക്കണം. അതൊരു ഫംഗ്ഷനാണ് സോർട്ടഡ്. ലിസ്റ്റായി മാറി. ഇപ്പൊ നമ്മൾ എത്ര റൺ ചെയ്താലും സെയിം വാല്യൂ വരും. കാരണം ആ സെറ്റിന്റെ വാല്യൂസ് എടുത്തിട്ട് അതിനെ സോർട്ട് ചെയ്ത് ഒരു ലിസ്റ്റ് ആക്കി മാറ്റി. സോർട്ട് ചെയ്ത് ലിസ്റ്റ് മാറ്റി. ലിസ്റ്റ് പിന്നെ ചേഞ്ച് ആണോ പ്രശ്നമില്ലല്ലോ, അപ്പൊ അത് ക്ലിയർ ആവും. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഓർഡറിലല്ലേ വരുള്ളൂ. അപ്പൊ ഇത് സോർട്ടഡ് മെത്തേഡ്. ഇപ്പൊ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഈ സോർട്ടഡ് മെത്തേഡ് ഇത് എന്തിനാ? അപ്പൊ ആ ഒരു കൺഫ്യൂഷൻസ് വേണ്ട. കാരണം ഇത് ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മാറ്റർ. പിന്നെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക്
അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും. അത് ഇപ്പോൾ മനസ്സിലാക്കിയതിനുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാം ഹെൽപ്ഫുൾ ആണ്. ഓരോ കാര്യം നമ്മൾ ലാംഗ്വേജ് പഠിക്കണ വരെ ABCD പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ട്, പക്ഷെ അതൊരു ലെറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ വാല്യൂസ് മനസ്സിലാവും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഓളും ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് ട്രൂത്തി ഫോൾസി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്, കഴിഞ്ഞിട്ടോ ഇത് വന്നത്. അല്ലെങ്കിൽ ട്രൂത്തി ഫോൾസിന്റെ വീഡിയോ കണ്ടാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്താണ് പറയാ, ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാല്യൂ ട്രൂത്തി ആയിരിക്കണം. ട്രൂത്തി എന്ന് പറഞ്ഞപ്പോൾ നമ്പർ എടുക്കുകയാണെങ്കിൽ 0 അല്ലാത്ത എല്ലാ വാല്യൂ ട്രൂത്തി ആണ്, ബാക്കിയുള്ളത് 0 ഫോൾസി ആണ്. ഇപ്പോൾ empty string ആണെങ്കിൽ ഫോൾസ് ആണ്, അതേമാതിരി empty ലിസ്റ്റ് ആണെങ്കിൽ ഫോൾസി ആണ്, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ 1, 2, 3 എല്ലാം ട്രൂ ആണ്, സോ അത് ട്രൂ റിട്ടേൺ ചെയ്യും. നമുക്ക് രണ്ടാമത്തെ കേസിൽ 0, 1, 0 എന്താ ഫോൾസി ആണ് പറഞ്ഞു, 1 എന്താ ട്രൂ ആണ്. അപ്പൊ എല്ലാം ട്രൂ ആണോ? അല്ല, സോ അത് ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇതിൽ എല്ലാം ട്രൂ ആണോ? ട്രൂ ട്രൂ ട്രൂ, സോ റിട്ടേൺ ട്രൂ. ഫാൾസി ട്രൂ, സോ റിട്ടേൺ ഫാൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ട്രൂ ഇഫ് ഈച്ച് ആൻഡ് എവറി എലിമെന്റ്സ് ആർ ട്രൂ. ട്രൂ ആണോ നോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ റിട്ടേൺ ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് ഇസ് ട്രൂ. അപ്പൊ ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു ലെവൽ തന്നെ 0 ഫോൾസി 0 ഫോൾസി. ഇപ്പൊ ട്രൂ ഒന്നും ഇല്ലല്ലോ, പക്ഷെ 5 എന്താ ട്രൂ, സോ അത് റിട്ടേൺ ചെയ്യുന്നത് എന്താ ട്രൂ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഓൾ. ഇവിടെ എന്താ ആൻസർ? ട്രൂ. യെസ്. ഇത് നേരെ ഇത് മാറ്റിയിട്ട് ഇതിൽ ഒരു വാല്യൂ 0 ആക്കി. അപ്പൊ എന്താ ഫോൾസ്, കാരണം ഇതിൽ എല്ലാ വാല്യൂ ഫോൾസ് ട്രൂ അല്ല. നമ്മൾ ആക്കിയാലോ, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിരുന്നു. ഇവിടെ ഒരുപാട് ട്രൂ ഉണ്ടല്ലോ, ഇനി ഇതിൽ എല്ലാം 0 ആക്കണം. നാല് 0 ആക്കി. അപ്പൊ എന്താ ഉണ്ടാകുക? ഫോൾസ് വരും, കാരണം ഒന്നുപോലും ട്രൂ ഇല്ലല്ലോ. ആ ഒരു കൺസെപ്റ്റ് ഇത്ര ഉള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്തതാണ്. ഞാൻ കുറച്ചത് ഒരു ഗ്യാപ്പ് വെച്ച് തുടങ്ങിയല്ലോ, അപ്പൊ എനിക്കും എന്താ പറയാ, പെട്ടെന്നൊരു വലിയ ടോപ്പിക് എടുക്കണ്ട വിചാരിച്ചു ഞാൻ. അടുത്തത് ഇനി വരുന്ന ടോപ്പിക്കുകൾ ഫോർ ലൂപ്പും അതേമാതിരി ക്ലാസ്സും ഫങ്ഷൻസ് ഒക്കെയാണ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ രാത്രി 12:30 ആയി ടൈം. അപ്പോൾ നമ്മളെന്തായാലും അടിപൊളിയാക്കും, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഉണ്ട്. നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, വീഡിയോസ് വേറൊരു ലെവലിലാവും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, അപ്പോൾ നിങ്ങൾ പഠിക്കുക, സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ മെസ്സേജ് അയക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സ്ട്രക്ചർ ഒക്കെ വെച്ച് സ്ട്രോങ് ആക്കിയാണ്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം ഇനി വരുന്നൊരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു AI വരുന്നുണ്ട്. അപ്പോൾ ഒരു AI വരുന്ന സമയത്ത് ഒരു കോഡറായിട്ട് കാര്യമില്ല, ഒരു എഞ്ചിനീയറിംഗ് ലെവലിൽ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സോഫ്റ്റ്വെയറിൻ്റെ സിസ്റ്റം ഡിസൈനിങ്, ആർക്കിടെക്ചർ, നമ്മളൊരു ജസ്റ്റ് കോഡ്, ഒരു പൈത്തണിൽ കോഡ് ചെയ്യാനുള്ള ലെവലല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ സ്ട്രോങ് ആക്കി നമ്മൾ ബ്രെയിൻ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല, കാരണം അതെല്ലാവർക്കും എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന അറിയില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള രൂപത്തിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് സ്ട്രോങ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് മെസ്സേജ് ചെയ്യാം. നമ്മൾ വേറെ ലെവലിൽ തന്നെ പ്ലാൻ ചെയ്ത് അടിപൊളിയാക്കി കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, +2 കഴിഞ്ഞ സ്റ്റുഡൻസ്, അതേമാതിരി BTech പഠിക്കുന്ന സ്റ്റുഡൻസ്, കഴിഞ്ഞ സ്റ്റുഡൻസ്, അങ്ങനെ ഒരുപാട് ആളുകൾ അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആക്ച്വലി നല്ലൊരു ടൈമാണ്. ഒരു 6 മാസം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാക്കാൻ പറ്റും. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ Udemy എന്നുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റ് 2-3 എടുത്തുകൊണ്ട് CV-ലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, പിന്നെ പ്രോജക്റ്റ് ഒക്കെ കിറ്റിൽ ഹോസ്റ്റ് ചെയ്ത് ലൈവിലൊക്കെ അപ്ലോഡ്, നമ്മുടെ സെർവറിൽ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ അങ്ങനെ ടൈം എടുക്കാൻ തയ്യാറാവണം. പെട്ടെന്ന് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്ത് കണ്ട് നമുക്ക് റെഡിയാക്കാണ് പറയില്ല, കാരണം അത് പോസിബിൾ ആയുള്ള ഒരു കാര്യമില്ല പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കാനുള്ളത്. ഓക്കെ, എന്തായാലും ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.